നമസ്കാരം, ഇന്ത്യ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ വാർത്ത, നെടുമങ്ങാട് ഗവൺമെന്റ് കോളേജിലെ കുറച്ച് വിദ്യാർത്ഥികൾ ഉച്ചയ്ക്ക് ആഹാരമില്ലാതെ വിശന്ന് മരിച്ചതായി അറിയുന്നു. വിശദ വിവരങ്ങളുമായി നമ്മുടെ റിപ്പോർട്ടർ ഷാനവാസ് ലൈനിലുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് വ്യക്തമാക്കാമോ? ഇവിടെ കൂട്ടമായാണ് കുട്ടികൾ വിശന്നു മരിച്ചത്. ഉച്ചരമുക്കാലായപ്പോൾ ആഹാരമില്ലാതെ നടക്കുകയായിരുന്നു. ഒരു പൈന്റിന് പോലുള്ള പൈസ പോലും ഇല്ലായിരുന്നു. കൈ കിട്ടിയ ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നത് കാണാനും വളരെ രസകരമായിരുന്നു. ഇതൊക്കെയാണ് ഇവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ. ഷാനവാസ്, വിശദ വിവരങ്ങൾ ഇതിനോട് അധികൃതർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് പറയാമോ? അവിടുത്തെ കോളേജിലെ ഏതെങ്കിലും വിദ്യാർത്ഥികളുമായി താങ്കൾ സംസാരിച്ചിരുന്നുവോ? എന്തൊക്കെയുണ്ട് പ്രധാന വിവരങ്ങൾ? നികേഷ്, ഞാനിപ്പോ ഒരു വിദ്യാർത്ഥിയുടെ അടുത്തേക്കാണ് പോകുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യത്തിലേക്കാണ് പോകുന്നത്. ഒരു നിമിഷം ശ്രദ്ധിക്കൂ. ആ വിദ്യാർത്ഥി ഇത് അടിച്ച് കമ്പക്കെട്ടായിരിക്കുകയാണ്. ഈ വിദ്യാർത്ഥി ഉച്ചയ്ക്ക് ശേഷമായി ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ വിദ്യാർത്ഥിയുടെ അടുത്തേക്ക് പോകുന്നു. ഹലോ, താങ്കൾ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? എന്താണ് കാര്യം? ഒരു ദിവസം എത്ര പൊതി വലിച്ചു കയറ്റും? ഒരു കുട്ട കിട്ടി. തലയ്ക്ക് ചുമന്നാണോ വലിച്ചത്? എങ്ങനെയാണ്? വിദ്യാർത്ഥികൾ സ്ഥിരമായി കഞ്ചാവ് ഉപയോഗിക്കുന്നു എന്നൊരു വാർത്ത ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകും. അതിൽ ടീച്ചേഴ്സോ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചത് അധ്യാപകർ ഫുള്ളും പൈന്റും കുപ്പികൾ വലിച്ചെറിയാനുള്ളതാണ് ഇവിടുത്തെ ക്ലാസ്സുകൾ ഉപയോഗിക്കുന്നു എന്ന് ഒരു അഭ്യൂഹമുണ്ട്. അതെത്രമാത്രം ശരിയാണെന്ന് താങ്കൾ പരിശോധിച്ചോ? നികേഷ്, ഇത് വളരെ തെറ്റാണ്. കാരണം രാവിലെ മുതൽ തന്നെ ഇവർ ബാറിലാണ് ഉറക്കവും ഊണും. അല്ലാതെ സ്കൂളിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ കോളേജിൽ കൊണ്ടുവന്ന് കഴിക്കുന്നത് അത് അറയിൽ വീണിരിക്കുകയാണ്. മുട്ടൻ വാളായി കിടക്കുകയാണ്. കൊടുവാളുണ്ട്. ഇതിൽ ക്ലാവ് പിടിച്ച വാളുകൾ മാറ്റിയിടേണ്ടതാണ്. വാള് വെക്കൂ. നിങ്ങൾ എന്താണ് ഇങ്ങനെ നിൽക്കുന്നത്? വെക്കൂ, വാള് വെക്കില്ലേ? മറ്റൊരു കുടിയൻ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. നികേഷിലേക്ക് വരാം. ഇവിടെ ഇപ്പൊ വാള് മത്സരമാണ് നടക്കുന്നത്. വാള് മത്സരത്തിൽ പ്രോത്സാഹന സമ്മാനങ്ങൾ വല്ലതും സ്റ്റുഡിയോവിലെത്തി വാള് വെച്ചിരിക്കുകയാണ് ഒരു വിദ്യാർത്ഥി. ഇതിനെതിരെ എന്താണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് പറയാനുള്ളത്? വിദ്യാഭ്യാസ മന്ത്രി ലൈനിലുണ്ട്. സാർ, നെടുമങ്ങാട് ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ആഹാരമില്ലാതെ വലഞ്ഞ് കോട്ടറടിച്ച് മരിച്ചു എന്നൊരു വാർത്ത ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. താങ്കൾക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഞാനിപ്പോ പോകുന്നത് മന്ത്രിയിലേക്കാണ്. മന്ത്രി എങ്ങനെയാണ് ഈ വാൾ വെച്ചതിനെ കുറിച്ച് പ്രതികരിക്കുന്നത്? അത് ഒരു പൈൻ്റെ അടുത്ത് അടിച്ച വാള് വെക്കൂല. രണ്ട് ഫുള്ളായ ചിലപ്പോ വെക്കും. അതിന് ഉദാഹരണമാണ് നമ്മളെ CM അച്ചുമ്മ. ഞാൻ നികേഷിലേക്ക് എത്താം. ഷാനവാസ്, കോളേജുകളിലും സ്കൂളുകളിലും സ്കോളർഷിപ്പ് ഏർപ്പെടുത്തുന്നത് പോലെ ഇപ്പോൾ ഫൈനും ഫുള്ളുമാണ് ഏർപ്പെടുത്തുന്നത് എന്നൊരു അത്ഭുതവും കേൾക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കോളേജിന്റെ മറ്റ് ക്യാൻറ്റീനുകളിൽ കൂൾ ബാർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് തന്നെ ഉദാഹരണമാണ്. കൂളായി ബാറിൽ ഇരിക്കുക. അതിനുവേണ്ടിയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ സാധനങ്ങൾ കൊടുക്കുന്നത്. സാധനങ്ങൾ ക്ലാസ്സിലാണോ കൊടുക്കുന്നത്? അത് ഇല്ല, കയ്യിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അടിച്ച് കമ്പച്ചാരായം കിട്ടുന്നുണ്ട് എന്നൊരു വാർത്തയുണ്ടല്ലോ. അത് വളരെ തെറ്റാണ്. ഞാൻ പട്ടയ്ക്ക് വേണ്ടി ഇവിടെ കറങ്ങിയതാണ്. ഷാനവാസിലേക്ക് തിരിച്ചെത്താം. കൂടുതൽ വിവരങ്ങൾ ബാർ അസോസിയേഷൻ സെക്രട്ടറി ജോസ് നമ്മോടൊപ്പം ഉണ്ട്. പിന്നെ ഇവൻ വന്ന് ഇങ്ങനെ കുടിച്ചപ്പോ അങ്ങ് ഓടിപ്പോയി. നിങ്ങൾ അവർ കൂടെ ഇരുന്ന് കുടിച്ചോ അത് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് കുടിച്ചോ? അവൻ കുടിച്ചു. അവൻ വന്ന് അവർ ഒറ്റക്ക് കുടിക്കരുത്. ഞാൻ കുടിച്ചല്ല. അവൻ വന്ന് നിങ്ങൾ ഇത് വാള്. ഒരു പരസ്യമുണ്ട്. വാള് കോരാൻ അറിയുന്ന കുറച്ചു പേർ ഇന്ത്യ വിഷൻ ചാനലുമായി ബന്ധപ്പെടുക. ഇവിടെ വാളുകളുടെ ഒരു ബഹളം തന്നെ നടക്കുകയാണ്. കോളേജ് വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങുന്ന ഒരു വാള് സംഘം തന്നെ ഇവിടെ ഉള്ളതായി അറിയുന്നു. ജോസിലേക്ക് തിരിച്ചെത്താം. അപ്പൊ ഇവങ്ങനെ ഓടി വന്ന് കുടിച്ച് അപ്പൊ ഒന്ന് വാള് ഞാൻ അവർ കൊടുത്തത് മാട്ട് കൊടുക്കാറ് എവർ കുടിച്ച് അപ്പൊ ഇങ്ങനെ വാള് അവർ കുടിച്ച് അവൻ കുടിച്ച് വാള് പോയി
അവർ ചെന്നപ്പോ വാള്. നിങ്ങളിലേക്ക് തിരിച്ചെടുക്കാം. അതിനു മുമ്പായി ഒരാൾ തൂണിനെ മറിച്ചിടാൻ നൂത്തി നിർത്താൻ ശ്രമിക്കണം. ആ തൂണിലേക്ക് അള്ളിപ്പിടിച്ച് കയറുകയാണ്. പിടുത്തമാണ്. തല വെക്കരുത്, തല വെക്കരുത്, തലയ്ക്ക് ഭാരം താങ്ങാൻ പറ്റുന്നതല്ല, തല വെക്കരുതെന്ന്. ഇന്ത്യ വിഷൻ ന്യൂസ് ഏജൻസി നാടിനോടൊപ്പം